ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. എനിക്ക് ഇന്നലെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ കിട്ടിയില്ലായിരുന്നു ഗൈസേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മുത്തുമണിച്ചേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു ഇൻട്രോ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. അതായത് നമ്മുടെ നിധി നമ്മുടെ സുധീഷിനൊപ്പം കാറി കയറി പോവാണ്. സുധീഷ് പിന്നെ പറയണ്ടല്ലോ, ചള്ള വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടോണാണ്, അങ്ങ് വർത്താനം പറഞ്ഞ് അപ്പം നിധി തൊഴുതുകൊണ്ട് പറയും, എൻ്റെ പൊന്നെ ഇതെങ്ങനെ സാധിക്കണോ ഇങ്ങനെ തള്ളി മറിക്കാൻ. അപ്പം ഞാൻ ഓവറാണല്ലേ, എന്നാൽ ശരി ഞാൻ മിണ്ടുന്നില്ല, എന്ന് കരുതി മിണ്ടാതിരിക്കേണ്ടെന്ന് നിധി സുധീഷിനോട് പറയണം കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ കാറിൽ ജോലി സ്ഥലത്ത് പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ പോവാണല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നമ്മുടെ സുധീഷ് പതുക്കെ മനസ്സിലാലോചിക്കുകയാണ്, ഞാൻ ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുമോ, ഇവിടെ വേണ്ടാന്നെങ്ങാനും പറയുമോ. അപ്പോൾ സുധീഷ് വണ്ടി ഒതുക്കിയിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം തന്നാൽ തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തനിക്ക് തിരിച്ചു തന്നേരെ എന്ന് പറയും. എന്താ അത്? എൻ്റെ സുധീഷ് ആ വണ്ടിയുടെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ കുഞ്ഞൊരു ഗിഫ്റ്റ് വെച്ചൊക്കെയാണ്, അതുകൊണ്ട് കൊടുത്തിട്ട് പറയും, ഇതെന്താ ഇത്? അതെ, താൻ ജോയിൻ ചെയ്യാൻ പോകല്ലേ, അപ്പോൾ തനിക്ക് പുതുതായിട്ട് ഒരു ജോലിക്കൊക്കെ പ്രവേശിക്കണല്ലേ, അപ്പോൾ ഒരു ചെറിയൊരു സമ്മാനം ഇരുന്നോട്ടെ എന്ന് കരുതി ഞാൻ മേടിച്ചതാണ്, ഇഷ്ടമായോ എന്ന് നോക്ക്. ഇതെന്താന്ന് നമ്മുടെ നിധി ചോദിക്കും. തുറന്നു നോക്കുക ഇയാളെ എന്ന് സുധീഷ് പറയും. അപ്പോഴും നിധി പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വാച്ചാണ്. എൻ്റെ ദൈവമേ, ഇവളിപ്പം തന്നെ അത് വലിച്ചെറിയോ വേണ്ടാന്ന് എങ്ങാനും പറയുമായിരിക്കുമോ, അങ്ങനെ ഇവൾ പറയുകയാണെങ്കിൽ ഞാൻ അതുകൊണ്ട് കൊടുത്ത് പൈസ മേടിക്കാം എന്നൊക്കെ ഇങ്ങനെ സുധീഷ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പിറൂർക്കന്. അപ്പോഴാണ് നമ്മുടെ നിധിയുടെ മുഖം നല്ല ബൾബ് തെളിയും പോലെ തെളിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ തന്നെ കയ്യിലൊക്കെ കെട്ടുകയാണ്, താങ്ക്സ് ഒക്കെ പറയുകയാണ്. സുധീഷിന് അതിനേക്കാളേറെ സന്തോഷമായി. അങ്ങനെ കമ്പനിയിലെത്തുന്നു സുധീഷ്, ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് നിധി കയറിപ്പോവാണ്. അങ്ങനെ നിധി നേരെ കമ്പനിയിൽ കയറുമ്പോൾ റിസപ്ഷനിൽ ചെല്ലുന്നു. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യാൻ വന്നേനെ, നിധിയല്ലേ വാ എന്ന് പറയാം. എന്നിട്ട് നിധിയുടെ സ്ഥലം ഇരിക്കേണ്ട പ്ലേസ് എവിടെയാണ്, എവിടെ വേണമെങ്കിലും ഇരിക്കാം, പക്ഷേ നിധിക്ക് ഇന്നൊരു സർപ്രൈസ് ഉണ്ടെന്ന് ആ റിസപ്ഷനിസ്റ്റ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ചോദിക്കും, എന്താ അത്? അപ്പോൾ നിധി പറയും, അപ്പോൾ ആ റിസപ്ഷനിസ്റ്റ് പറയും, അതൊക്കെ ഉണ്ട് വാ എന്ന് പറയാം. അങ്ങനെ ബാഗ് വെപ്പിച്ചിട്ട് ഒരു ഓഫീസിൻ്റെ അകത്തൊരു റൂമിലോട്ട് കൊണ്ടുപോയാണ്. അവിടെ ചെന്നപ്പം കാണാം എല്ലാവരും ഇങ്ങനെ ക്ലാപ്പ് ചെയ്ത് നിധിയെ വെൽക്കം ചെയ്യണം, കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞ് വെൽക്കം ചെയ്യണം. ആ കമ്പനിയിൽ അങ്ങനെയാണ്, ഏതൊരു സ്റ്റാഫ് പുതുതായിട്ട് വന്നിരുന്നാലും അവരെ ഇങ്ങനെ വെൽക്കം ചെയ്ത് ഒരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ നിധിക്ക് ഭയങ്കര സന്തോഷവും. പിന്നെ അവരുടെ വേറൊരു മാനേജറും കൂടെ വന്നായിരുന്നു. അങ്ങനെ 2 പേരാണ് ഇത് കമ്പനി അതിൻ്റെ നടത്തിപ്പുകാർ. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുന്നു. നിധി ഹാപ്പിയാണ്. നിധിയുടെ പുതിയ സ്ഥലം, വർക്ക്, ഇതെല്ലാം ആ ഒരു സ്റ്റാഫ് എല്ലാം പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് എന്നെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ മാനേജർ പറയുന്നുണ്ട്, ഞങ്ങൾ ഏതൊരു സ്റ്റാഫും ഫസ്റ്റ് ടൈം വരുമ്പോൾ ഇതുപോലെയാണ് വെൽക്കം ചെയ്യണത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിധിയുടെ പ്ലേസിൽ ചെന്നിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ മെയിലും അതിൻ്റെ കാര്യങ്ങളും പുതിയ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മെയിൽ അയച്ചു കൊടുക്കുന്നുണ്ട് നിധിയുടെ ഇതിൽ, അങ്ങനെ സിസ്റ്റത്തിൽ. അങ്ങനെ നിധി അതൊക്കെ നോക്കുന്നു, മനസ്സിലാക്കി എടുക്കുകയാണ്. എൻ്റെ കോഫി കുടിക്കാൻ 10 മണിയാകുമ്പോഴത്തേക്ക് അവരുടെ ഒരു സ്ഥലമുണ്ട്, നല്ല ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലം, അവരെ കമ്പനി തന്നെ അകത്തുള്ളതിന് നല്ല അടിപൊളി കോഫിയൊക്കെയാണ്. അപ്പം നിധിയും നിധിയുടെ അടുത്ത് സീറ്റിലിരിക്കുന്ന ആ ലേഡിയും കൂടെ ചേർന്ന് അവർ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിധിയുടെ ഫോണിലോട്ട് നമ്മുടെ നികേഷ് വിളിക്കുന്നത്. എങ്ങനെയുണ്ട് നിധിയേട്ടത്തി എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ സുഭാഷ് ഏട്ടൻ വിളിക്കുന്നുണ്ട്, മോളെ ജോലി എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ എല്ലാം മറുപടി പറയണം. അപ്പോൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സുധീഷ് വിളിക്കുന്നത്. എന്തായി, ഓക്കെ അല്ലേ എല്ലാം, എന്തോ ഓക്കെ അല്ലേ എന്ന് നമ്മുടെ നിധി ചോദിക്കണം. അപ്പോൾ നിധി കാര്യങ്ങളൊക്കെ പറഞ്ഞു, രാവിലെ വന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരെയും പരിചയപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ സുധീഷ് ഓക്കെ എന്നാൽ വൈകിട്ട് കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, അതെ എത്ര മണിക്കാണ് ഓഫീസ് കമ്പനിയിൽ നിന്ന് ഇറങ്ങാമെന്ന് ചോദിച്ചു. അപ്പോൾ നിധി ചോദിച്ചു, എന്തിനാന്ന് ചോദിച്ചു. അല്ല എത്ര മണിക്കാണ്, ഞാൻ വിളിക്കാൻ വരാനാണോ എന്ന് നിധി ചോദിക്കണം. അപ്പോൾ സുധീഷ് പറയാം, അതേന്ന് പറയാം. അതെ ഞാൻ വന്നോളാം, എന്നും അങ്ങനെ എന്നെ കൊണ്ടു വിളിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സുധീഷ് പറയടോ, ഇന്ന് ഒറ്റ ദിവസത്തേക്കേ ഉള്ളൂ, നാളെ തൊട്ട് താൻ വന്നോ, തനിക്ക് പരിചയമൊന്നും ഇല്ലല്ലോ, അപ്പോൾ റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വേണ്ട എനിക്കറിയാം, ഞാൻ വന്നോളാം, ഞാൻ വീട്ടിൽ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് നിധി ഫോൺ വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന സീനെന്ന് പറയണത് വൈകിട്ടായപ്പോൾ നിധിയുടെ കൂടെ വർക്ക് ചെയ്ത ആ പെൺകുട്ടിയും കൂടെ അവരിങ്ങനെ നടന്ന് വരികയാണ്. അപ്പോൾ നിധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിധി ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തോരം നടക്കണം, അപ്പോൾ 1 കിലോമീറ്ററോളം നടക്കണമെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, അത് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്, അപ്പോൾ എനിക്ക് കല്യാണമൊക്കെ നോക്കുന്നുണ്ട്, ഇതിന്
മുന്നേ വേറെ ഒരു ഓഫീസിലായിരുന്നു, പക്ഷേ എനിക്ക് ഇവിടെ ഏറ്റവും നല്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ. അപ്പോൾ അത് ഈ ഒരു കമ്പനി വന്നപ്പോൾ എനിക്കുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇത് കൂടാണ്ട് നിധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിധിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ, നിധിയുടെ ഫാമിലി ആരൊക്കെയാണ്, അച്ഛനും ആരാ ഉള്ളതെന്ന്. അപ്പോൾ അവർ ഏട്ടനും ഉണ്ട്, അമ്മയുണ്ട്, അമ്മ ഹൗസ് വൈഫാണ്, അച്ഛൻ ബിസിനസ്സാണെന്നൊക്കെ പറയും. ഓക്കെ, നിധി ഇവിടെ എവിടെ നിൽക്കണേന്ന് പറയുമ്പോൾ ഞാൻ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് നിൽക്കണേന്ന് പറയുന്നുണ്ട്. എൻ്റെ നിധി ചിന്തിക്കുന്നുണ്ട് കേട്ടോ, കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും പറയണ്ട, അതിന് എൻ്റെ കല്യാണം ശരിക്കുമുള്ള കല്യാണമൊന്നും അല്ലല്ലോ. അപ്പം കല്യാണം കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്നും നിധി ആ കുട്ടിയോട് പറയുന്നില്ല, സ്റ്റാഫിൻ്റെ അടുത്ത് പറയുന്നില്ല കേട്ടോ. അങ്ങനെ അവരിങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിധി ഒരു ലേഡിയായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഷോൾഡർ തമ്മിൽ കൂട്ടിമുട്ടി നിധിയുടെ കയ്യിൽ നിന്ന് ഫയൽ എന്തോ താഴെ വീഴണം. അപ്പോൾ ആ ഒരു പഞ്ചാബി ഒരു തലയിൽ തുണിയൊക്കെ ഇട്ട ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരത് താഴെ ഇരുന്ന് അവർ തന്നെ അതെടുത്ത് നിധിക്ക് കൊടുക്കുകയാണ്. അപ്പം നിധി പെട്ടെന്ന് ഇത് എടുത്ത് സോറി എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും നിധി അവരെ മുഖത്ത് നോക്കുമ്പം എവിടെയോ കണ്ട ഒരു മുഖം, എവിടെയാണെന്ന് നിധിക്ക് പരിചയമില്ല, നല്ല പരിചയം തോന്നുന്നുണ്ട്. എന്നിട്ട് അവർ സോറി പറഞ്ഞിട്ട് അവരും പോവും, നിധി തിരിച്ച് നടക്കണം. അപ്പോൾ ആ കൂടെ വന്ന പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, എന്തോ പറ്റി നിധി, എന്തോ വലിയ ആലോചനയിലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ല, ഞാനിപ്പോൾ ആ കണ്ട സ്ത്രീ എവിടെയോ കണ്ടതുപോലൊരു തോന്നൽ, എവിടെയാണെന്ന് പിടുത്തം കിട്ടുന്നില്ല. അത് ചിലപ്പോൾ നമുക്ക് ഒരു മുഖം പോലെ തന്നെ എത്രയോ പേരുണ്ടല്ലോ, ചിലപ്പോൾ അങ്ങനെ വല്ല പരിചയം ആയിരിക്കുമെന്നിങ്ങനെ ആ കുട്ടി പറയുന്നുണ്ട്. അപ്പോഴും നിധി ഇങ്ങനെ മനസ്സിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, ഇല്ല എനിക്ക് എവിടെയോ നല്ലപോലെ അറിയാവുന്നൊരു സ്ത്രീയാണല്ലോ എന്നൊരു ചിന്തയിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ നിധി ബസ്സിൽ കയറുകയാണ്. ബസ്സിൽ കയറി അവർ വീടിൻ്റെ അടുത്ത് ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ ഇറങ്ങുകയാണ്. അങ്ങനെ ബസ് സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ നമ്മുടെ നികേഷ് ആണെങ്കിൽ കാത്ത് നിൽക്കുകയാണ്. നിധി ബസ്സിൽ ഏകദേശം ഒരു സമയം വെച്ചിട്ട് നോക്കി നിൽക്കുകയാണ്. പക്ഷേ നിധി ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടും എങ്ങോട്ട് നോക്കണില്ല, ബസ് സ്റ്റോപ്പിലോട്ട് ഒന്നും നോക്കണില്ല. അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഒരു ഇതിനപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം നികേഷ് മനസ്സിലായി, ഇതെന്താണ് എന്നെ കണ്ടിട്ട് മനസ്സിലാവാത്തയോ, ഇതെന്ത് പറ്റി എന്ന് ചോദിക്കണം. അങ്ങനെ നികേഷ് പുറകെ ഓടി വന്നിട്ട്, നിധിയേട്ടത്തി ഇതെന്താണ് റിലേ പോയ കണക്ക് നടക്കണം, എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ, എടാ നികേഷ് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നിധി കേട്ടോ, അല്ല എന്തു പറ്റി, ഇന്ന് ഒറ്റ ദിവസം തന്നെ കൊണ്ട് കമ്പനിയിൽ പോയി റിലേ പോയോ, അതെ ജോലിയൊക്കെ സെറ്റല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ ആ ജോലിയൊന്നും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ആ സമയത്ത് നിധിയുടെ മനസ്സ് മൊത്തം ആ സ്ത്രീയുടെ മുഖവും അവർ നടന്നു പോയ രീതിയും ഒക്കെയാണ്. അപ്പോഴും നിധി ഇങ്ങനെ ആലോചിക്കണം, ഇതാരാണ്, അയ്യോ ഈ അടുത്തെങ്ങാനോ ഞാൻ കണ്ടയാണല്ലോ, ആരാ അവർ എന്നിങ്ങനെ ആലോചിക്കണം കേട്ടോ. പെട്ടെന്നാണ് നിധി ഒരു നിമിഷം നികേഷിൻ്റെ മുഖത്തോട്ട് നോക്കണത്. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നികേഷിൻ്റെ അമ്മ തിരിച്ചറിയുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്തൊരു സീനുണ്ടായിരുന്നില്ലേ, ആ രംഗങ്ങളൊക്കെ നമ്മുടെ നിധി ഇങ്ങനെ മനസ്സിലിട്ട് ആലോചിക്കുകയാണ് കേട്ടോ. അപ്പം നികേഷിൻ്റെ മുഖത്ത് ഇങ്ങനെ, പക്ഷെ ഒന്നും പറയുന്നില്ല. എന്നിട്ട് നിധി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ കണ്ടത് നികേഷിൻ്റെ അമ്മയാണല്ലോ, ശരിയാ, എനിക്കിപ്പോൾ ഞാൻ ഓർക്കണു അത് നികേഷിൻ്റെ അമ്മ തന്നെ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു. അപ്പോഴേക്കും നികേഷ് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും നിധിയുടെ ചെവിയിൽ കേൾക്കണ കൂടിയില്ല. നിധിയുടെ മനസ്സിൽ മൊത്തം ആ സ്ത്രീ, പക്ഷെ ആ സ്ത്രീ ആരാണ് എന്നുള്ളത് നിധി മനസ്സിലാക്കിയെടുക്കുകയാണ്. അത് നികേഷിൻ്റെ അമ്മ തന്നെയാണ്, ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നികേഷ് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു വരുന്ന സീനൊക്കെയാണ്. അപ്പോൾ ഏകദേശം ഇന്ന് കാണിക്കുന്ന സീനിൽ ഇത്രയൊക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് നാളത്തെ ഇനി വരാനിരിക്കുന്ന സീനിൽ ഈ സ്ത്രീയെക്കുറിച്ച് ഭാസ്കരനുമായിട്ട് വൈകിട്ട് സംസാരിക്കുന്നുണ്ട്. ഭാസ്കരൻ വിട്ടുകൊടുക്കണമെന്നില്ല കേട്ടോ, ഭാസ്കരൻ എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് നിധിയുടെ അടുത്ത് സംസാരിച്ച് വരുന്നത്. പക്ഷേ ഭാസ്കരൻ ഉറപ്പാണ്, കാരണം നിധിയെ സംബന്ധിച്ച് നിധി വളരെ ബുദ്ധിയുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിധി എന്തായാലും അത് കണ്ടുപിടിക്കും എന്നുള്ളത് നിധിക്ക് ഉറപ്പായ കേട്ടോ. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെയുള്ള സീന് നാളത്തെ എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വൈകിട്ട് നമുക്ക് പ്രൊമോ കിട്ടുകയാണെങ്കിൽ 6 മണിക്ക് തന്നെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് ഞാൻ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലെ നമ്മുടെ ചാനലിൽ നമ്മുടെ മഴ തോരും മുമ്പേ സീരിയൽ ഇടുന്നുണ്ട്. എല്ലാ ദിവസവും പിറ്റേ ദിവസം വരുന്ന എപ്പിസോഡിൻ്റെ ഒരു ഫുൾ വിശേഷമാണ് തലേദിവസം രാത്രി 9 മണിക്ക് മുന്നേ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഈ 2 ചാനലും നിങ്ങളെല്ലാവരും നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ പ്രധാന ഒരു ഇതെന്ന് പറയണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമ്മുടെ ചാനലൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ. എല്ലാവരും ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കല്ലേ.
ഹൈപ്പ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മുടെ ആ ഇടുന്ന വീഡിയോസിന് കൂടുതൽ മൂവിങ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലൊരു സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ നമ്മുടെ ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നല്ലൊരു ശുഭദിനം പറയുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് പ്രൊമോ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഈ സമയത്ത് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.